അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന് താമരശ്ശേരി സ്വദേശിക്കെതിരെ കേസ്. ആബിദ് അടിവാരത്തിനെതിരെയാണ് കേസെടുത്തത്. ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിലാണ് താമരശ്ശേരി പോലീസിന്റെ നടപടി. ദീപക് മലയമ്മ നമുക്കൊപ്പം. ദീപക് മലയമ്മ, വി.എസിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. എന്താണ് ആബിദിനെതിരായ കേസിന്റെ ഉള്ളടക്കം? സുജയ, വിദ്വേഷപരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നുള്ളതാണ്. വി.എസിന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ മലേഷ്യയിൽ നിന്നാണ് ആബിദ് അടിവാരം എന്ന് പറയുന്നയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആബിദിന്റെ താമരശ്ശേരിയിലുള്ള സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവിടെ പോസ്റ്റർ ഉൾപ്പെടെ പതിപ്പിക്കുകയും ചെയ്തു. ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നയാളാണ് ആബിദ് അടിവാരം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം വേണം, വിദേശ തീവ്രവാദ ബന്ധം ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ വിദ്വേഷപരമായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ആബിദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. വർഗീയവാദിയാണെന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കാനുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇതിൽ തന്നെ നിലവിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് BNS 192 ഒപ്പം തന്നെ കേരള പോലീസ് ആക്ട് 120 ചേർത്തുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആബിദ് അടിവാരം നേരത്തെ തന്നെ മലേഷ്യയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചത്. എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. അത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് അത്തരത്തിൽ ഒരു നീക്കമുണ്ടായത് എന്നുള്ള ആക്ഷേപവും കൂടി ഡിവൈഎഫ്ഐ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ പോലീസ് അന്വേഷണം ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടതുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് ദീപക് മലയമ്മയാണ്.